ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ റബ്ബേ ഗഫൂറുള്ളൂ, എന്റെ റബ്ബേ തവ്വാബുള്ളൂ, എന്റെ റബ്ബേ സമീഉള്ളൂ, എന്റെ റബ്ബ് മാത്രമേ ബസീറുള്ളൂ, എന്റെ റബ്ബ് മാത്രമേ ഖദീറുള്ളൂ. എന്റെ റബ്ബിന്റെ കേൾവിക്ക് പരിധിയില്ലല്ലോ, എന്റെ റബ്ബിന്റെ കാഴ്ചക്ക് പരിധിയില്ലല്ലോ, എന്റെ നാഥന്റെ കഴിവുകൾക്ക് പരിധി വെക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ലല്ലോ, എന്റെ റബ്ബിന്റെ അറിവിനും പരിധിയില്ലല്ലോ. മറിച്ച് ഈ ലോകത്ത് എല്ലാവരും അവരെത്ര വലിയ മഹാന്മാരായിക്കോട്ടെ, അവരുടെ കേൾവിക്ക് പരിധിയില്ലേ, കാഴ്ചക്ക് പരിധിയില്ലേ, അറിവിന് പരിധിയില്ലേ, കഴിവിന് പരിധിയില്ലേ? ഇല്ലെന്നാർക്ക് പറയാൻ സാധിക്കും? പരിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾക്ക് പറയാൻ സാധിക്കുമോ? അതിന് 10ഉം 16ഉം 25ഉം കൊല്ലവും കിതാബ് ഓതേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആശയങ്ങൾ പോലെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവിക്കൊരു പരിധിയുമില്ല. പടച്ചതമ്പുരാനെ എവിടെ നിന്ന് എപ്പോഴും നമുക്ക് വിളിക്കാമല്ലോ. എല്ലാം അവൻ കേൾക്കുന്നവനല്ലേ, അവനെല്ലാം കേൾക്കുന്നവനാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ മനുഷ്യൻ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും ഒരു പ്രശ്നം പറയണമെങ്കിൽ നേതാവല്ലേ, ആ ജനങ്ങളുടെ സയ്യിദല്ലേ, എല്ലാവരുടെയും സയ്യിദാണല്ലോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ്. നമുക്കറിയാം, മഴയില്ലാതെ കഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അതാ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ മഴയില്ലാത്ത കാര്യം പറയാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്ന് അറാബി പള്ളിയിലേക്ക് തന്നെ വന്നത് എന്തിനാണ്? അതേപോലെ തന്നെ മഴ നിൽക്കാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാനും വേണ്ടി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? മസ്അലകൾ ചോദിച്ചുകൊണ്ട്, സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് സഹാബാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുഹദറത്തിലേക്ക് തന്നെ എന്തിനാ വന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, സഹാബത്ത് ചോദിക്കുന്നു എന്ന്. യസ്അലൂനക 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 എന്നിങ്ങനെ ഖുർആനിൽ നമുക്ക് കാണാം. അവർ നിന്നോട് ചോദിക്കുന്നു, അവർ നിന്നോട് ചോദിക്കുന്നു. ഈ ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളും ഉണ്ടായിട്ടുണ്ട്, മുശ്രിക്കുകളും ഉണ്ടായിട്ടുണ്ട്, യഹൂദികളും ഉണ്ടായിട്ടുണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുഹദറത്തിൽ വെച്ചാ ചോദിക്കുന്നത്. നബിയോടാണ് സംശയം ചോദിക്കുന്നത്. കാരണം എന്താണ്? ദൂരദേശത്ത് നിന്ന് വിളിച്ചാൽ ഞങ്ങളെ നേതാവിന് ഞങ്ങളെ കാണാൻ കഴിയില്ല, ഞങ്ങളെ നേതാവിന് ഞങ്ങളെ ശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ അവിടുന്ന് കേൾക്കുന്ന പരിധിയിൽ വെച്ചുകൊണ്ട് തന്നെ വിളിക്കണം. എത്രത്തോളം അവിടുന്ന് ഉറങ്ങിയാൽ പോലും ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളണമെന്നില്ല എന്ന നിലക്കല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒന്ന് ഗുണദോഷിക്കണം എന്ന് വിചാരിച്ചിട്ടാ ചെന്നത്. ആ സംഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. വിഷയത്തിന്റെ മർമ്മം മാത്രം എന്റെ ശ്രോതാക്കളുടെ മനസ്സിലിട്ട് തരികയാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി പറയട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ അവസരത്തിലതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളെ കൊണ്ട് ഗുണദോഷിക്കുകയാണ്. ശരീരത്തിൽ ഒരു ചെറിയ നിലക്കൊരു ഇടി വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്റെ ഉപ്പാടെ ആ ഇടി കൊണ്ടപ്പോ എനിക്ക് വല്ലാതെ വേദനിച്ചു പോയി. പക്ഷേ ഞാൻ അറിയാത്ത ഭാവത്തിൽ വേദന സഹിച്ചവിടെ ഇരുന്നു. ഞാൻ ഒരിക്കലും ഒരു വിമിഷ്ടവും പ്രകടിപ്പിച്ചില്ല. കാരണം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ്, എന്റെ ഭർത്താവ്, ലോകത്തിന്റെ നേതാവ് എന്റെ മടിത്തട്ടിൽ ഉറങ്ങുകയാണ്. അവിടുത്തെ ഉറക്കിന് അലോസരം ഉണ്ടാക്കിക്കൂടല്ലോ എന്ന നിലക്ക് കണ്ടോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുന്നത് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കഴിഞ്ഞാൽ പരിസരത്ത് നടക്കുന്നത് അവിടുത്തേക്കും അറിയാൻ സാധിക്കുകയില്ല. ഏറെയും സംഭവങ്ങളില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടെ ഒരു യുദ്ധയാത്ര കഴിഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരുകയാണ്. അങ്ങനെ മടങ്ങിപ്പോരുമ്പോ ക്ഷീണം കൊണ്ടൊരു ഭാഗത്ത് അവര് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നു, ഉറങ്ങണം, മയങ്ങണം എന്ന് തോന്നുന്നവര് ഉറങ്ങിക്കോളൂ, മയങ്ങിക്കോളൂ. പക്ഷേ സുബഹി നമസ്കാരമില്ലേ, ഫജ്ർ നമസ്കരിക്കണ്ടേ? ആര് വിളിച്ചുണർത്തും? അതാ ബിലാൽ റളിയല്ലാഹു തആല ഏറ്റെടുക്കുന്നു, നബിയേ ഞാനുണ്ട് നിങ്ങളെ വിളിച്ചുണർത്താൻ, നിങ്ങൾ ഉറങ്ങിക്കോളൂ.
ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുകയാണ്. എല്ലാവരെയും വിളിച്ചുണർത്തുന്ന ദൗത്യം മഹാനവറുകൾ ഏറ്റെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. ആ മയക്കം കുറച്ചങ്ങ് നീണ്ടുപോയി. അങ്ങനെ മയക്കം എത്രത്തോളം നീണ്ടുപോയി എന്നോ, സൂര്യന്റെ ചൂട് ഞങ്ങളുടെ ശരീരത്തിൽ തട്ടിയപ്പോഴാ പിന്നെ ഞങ്ങൾ ഉണർന്നത് എന്നാണ് സഹാബത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് ഈ സംഭവം കാണില്ലേ? ഇതിൽ മുസ്ലിമേ നമുക്ക് പാഠമില്ലേ? ഇതിൽ സഹോദര നമുക്ക് പിടിവാശിയില്ലെങ്കിൽ ഒരു പാഠമില്ലേ? അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന വലിയ പോലും അദ്ദേഹവും ഉറങ്ങിപ്പോയി. അതാണ് ഉണർത്താൻ കഴിയാതെയായത്. ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന ഖൗലുക യാ ബിലാൽ, ഓ ബിലാലേ, നിന്റെ വാഗ്ദത്തം എവിടെ പോയി ബിലാലേ? നീ പറഞ്ഞിട്ടല്ലേ എല്ലാവരും ഉറങ്ങിപ്പോയത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു സങ്കടത്തോടുകൂടി വളരെ വിനയത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, നബിയേ, നിങ്ങളെയൊക്കെ ബാധിച്ചത് ഈ ഉള്ളവനെയും ബാധിച്ചു പോയി. ക്ഷീണം കൊണ്ട് ഞാനും ഉറങ്ങിപ്പോയി. നോക്കൂ നിങ്ങൾ, ഫജ്ർ നമസ്കാരത്തിന്റെ ബാങ്ക് ആ സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെയും ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല. സഹാബാക്കളാകുന്ന ഔലിയാക്കളുടെ കൂട്ടം തന്നെ ഉറക്കത്തിലാണ്, അറിയാതെയായി പോയി. ഇതെന്തിനാണ്? സഹാബിമാരും നബിയും ഒക്കെ സുബഹിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവരാണ് മസ്അല പഠിപ്പിക്കാനല്ല, അങ്ങനെ ആരെങ്കിലും അതിൽ നിന്ന് മസ്അല ഊഹിച്ചെടുക്കാനുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഖൈറു ഉമ്മത്ത് എന്ന വിശേഷണത്തിന് വിധേയരായ വമ്പന്മാരിൽ വമ്പന്മാരായിരുന്നു സഹാബത്ത്. ഇവരും സൃഷ്ടികളാണ്, ഇവരും സൃഷ്ടികളാണ്. അവരുടെയൊക്കെ അറിവിന് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. ഉറക്കവും മയക്കവും ഒന്നും ഏൽക്കാത്തവനായി ഒരാൾ മാത്രമേ ഉള്ളൂ ജനങ്ങളെ. അതാരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ആരാധ്യനേയില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. കണ്ടോ, ഇലാഹിനുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? എപ്പോഴും ഉണ്ടാകണം. മരിച്ചു പോകുന്നവര് ഇലാഹാകാൻ കൊള്ളില്ല, മരിച്ചു പോകുന്നവര് പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളില്ല. മരിച്ചു പോകുന്നവര് പോകട്ടെ, ഉറങ്ങുന്നവരെ ഈ പണിക്ക് പറ്റില്ല, മയങ്ങുന്നവരെയും ഇതിന് പറ്റില്ല. അവരൊന്നും ഇതിന് യോഗ്യരല്ല. എന്തിന്? ഇലാഹാകാൻ യോഗ്യരല്ല. ഇലാഹ് അല്ലാഹ് മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എല്ലാത്തിന്റെ എന്താവാണ്? ലാ തഅഖുദുഹു, അവനെ പിടികൂടുന്നതല്ല. സിനത്തും വലാ നൗം, മയക്കമോ ഉറക്കമോ പിടികൂടുന്നതല്ല. എല്ലാം അവന്റേതാകുന്നു. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ കേൾവിയുടെയും അറിവിന്റെയും കാഴ്ചയുടെയും ഒക്കെ പരിധിയാണത്. അറിവിന്റെ പരിധിയാണത്, കഴിവിന്റെ പരിധിയാണത്. ഏത് രൂപത്തിൽ എത്രമാത്രം ശക്തിയുള്ളവനാണെങ്കിലും ഉറങ്ങിപ്പോകും, മയങ്ങിപ്പോകും. ഒരു ദുർബലതയും സംഭവിക്കാത്തവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ഉറങ്ങാത്ത മയങ്ങാത്തവനോട് പ്രാർത്ഥിച്ചോ, അവന്റെ മേൽ തവക്കുലാക്കിക്കോ. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു, വതവക്കൽ, നീ ഭരമേൽപ്പിച്ചോ, അലൽ ഹയ്യി അല്ലദീ ലാ യമൂതു, ഒരിക്കലും മരിച്ചു പോകാതെ ജീവിച്ചിരിക്കുന്നവന്റെ മേൽ. അതാരാ ഉള്ളത്? ആർക്കാണ് പറയാൻ സാധിക്കുക? അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉറങ്ങാത്തവരുണ്ട്, മയങ്ങാത്തവരുണ്ടെന്ന് പറയാൻ ലോകത്തെ ഏതെങ്കിലും ശക്തികളെ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ സാധ്യമാണോ? സാധ്യമല്ല. അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ എന്റെ സഹോദരങ്ങളെ, വളരെ ലളിതമാണ് സംഗതി. എല്ലാം കേൾക്കുന്നവനായി അല്ലാഹുവിനെ പോലെ ഒരാളില്ല. എല്ലാവരുടെയും കേൾവിക്ക് പരിധിയാണ്. സഹാബിമാർക്ക് പരിധിയില്ലേ? നബി സല്ലല്ലാഹു